ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നപ്പൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് പുതുതലമുറയുടെ ഇഷ്ടഭക്ഷണമായ ഷവർമ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഇന്നിവിടെ ചിക്കൻ ഷവർമ അല്ല ഉണ്ടാക്കുന്നത്, വെജിറ്റബിൾ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ സോയാബീൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സോയാബീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സോയാബീൻ ഇടാതെ വെജിറ്റബിൾ ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സാക്കി എടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്ത ഷവർമയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണം. സോയാബീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാബേജും ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഹാഫ് കുക്കാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്നൊരു ഹാഫ് കുക്കായിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എരിവിന് ആവശ്യമുള്ള കുരുമുളകും ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. തക്കാളി നമ്മൾ വേവിക്കാതിരുന്നത് അത് നന്നായിട്ട് വെന്തുടഞ്ഞു പോയി വെള്ളമാവുന്നത് കൊണ്ടാണ്. ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിൽ നിന്ന് കണ്ടു നോക്കാം. ഇത് മയോണൈസ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയുടെ മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുബൂസിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. ഇനി ഇതിൽ ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചതിന് ശേഷം അതിന് മേലെ കുബൂസ് വെച്ച് 1 ടീസ്പൂൺ മയോണൈസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും
ഒന്ന് കുബൂസിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും റോൾ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാതെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഇത് നമുക്ക് വേറൊരു രീതിയിലും റോൾ ചെയ്തെടുക്കാം. ഒരു കുബൂസ് എടുത്ത് അതിനെ ഇങ്ങനെ സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മയോണൈസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മൊത്തം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഷവർമയാണിത്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.